ഞങ്ങൾ ഇപ്രാവശ്യം ഫേസ്ബുക്കിലും കൂടി ലൈവ് പോകണ്ടേ? ലൈവ് ഓണാണ്. അപ്പോ ഈ ചിരിയാണല്ലോ ഈശ്വര ലൈവിൽ ആദ്യം കയറിയത്. കുഴപ്പമില്ല, അത് കട്ട് ചെയ്തോളൂ. അവര് ലൈവ് പോട്ടെ, ലൈവ് കഴിയുമ്പോൾ കട്ടായിക്കോളൂ. ഷോക്കോ ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോയോ? അതിന്റെ വിശേഷമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, പൈസക്ക് വേണ്ടി. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. പൈസ അതെ, ഉണ്ടാക്കി അതിലോട്ട് അങ്ങോട്ട് ഇട്ടു. എന്തെങ്കിലും പോണ്ടേ? പോയി കഴിയുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ, അതും എനിക്കൊരു എനർജി കിട്ടും. വേണ്ടെന്ന് പറയാം, എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും ആയിട്ടില്ല, അതിലാരും ഒന്നും വാങ്ങി. കൂടുതൽ കളിയാക്കിയത് ആരൊക്കെയായിരുന്നു? ഫാമിലി തന്നെയാണ്. ഫാമിലി തന്നെ. നമ്മൾ പഠിച്ചതൊക്കെ ഇത്രയൊക്കെ കാര്യമായിട്ട് പഠിച്ചിട്ട് പിന്നെന്നാ ഇതിനാണെങ്കിൽ വേറെ പഠിച്ചാൽ പോരായിരുന്നോ, ഇതൊക്കെ പഠിക്കണമായിരുന്നോ എന്നുള്ളത്. ഇപ്പൊ അവരൊക്കെ എന്താ പറയുന്നത്? ഇത് എങ്ങനെ തുടങ്ങാം, ഇത് തുടങ്ങണമെങ്കിൽ സ്റ്റാർട്ടിങ് ഇപ്പൊ എങ്ങനെയാന്നൊക്കെയാണ് നമ്മളോട് ചോദിച്ചു. കൊറോണയാണ് എന്നെ വളർത്തിയെന്നൊക്കെ. അങ്ങനെയല്ല, എന്റെ ബ്രാഞ്ചുകളൊക്കെ ഫ്രാഞ്ചൈസിയൊക്കെ ആൾക്കാർ ചോദിച്ചു തുടങ്ങി. ആരും ചോദിക്കാൻ കൊടുക്കില്ല. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ ഒരു അതിഥി കൂടിയുണ്ട്. ഈ അതിഥിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീകൾക്കെല്ലാം ഒരുപാട് മോട്ടിവേഷൻ ഉണ്ടാവുന്ന കുറേ സ്റ്റോറികൾ നമുക്കിപ്പോൾ കേൾക്കാം. കാരണം വേറെ ഒന്നുമല്ല, പലരും സാഹചര്യം കൊണ്ട് കേട്ടോ, പ്രത്യേകം കേൾക്കണം, സാഹചര്യങ്ങൾ കൊണ്ട് ഈ കല്യാണമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ഡെലിവറിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ജോലിയൊക്കെ ഉപേക്ഷിച്ച് കൊച്ചിനെയൊക്കെ നോക്കി വീട്ടിലിരിക്കേണ്ടി വരും. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു വീട്ടമ്മയായി മാറാതെ തന്നെ വീട്ടമ്മയാവണം. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് ബിസിനസ് സാധ്യതകൾ നമ്മുടെ ചുറ്റും കിടക്കുന്നുണ്ടെന്ന് കാണിച്ചു തന്ന ഒരാളാണ്. ഒരു ബിസിനസ് തുടങ്ങി പതുക്കെ മുമ്പോട്ട് പോയി. എല്ലാ ബിസിനസ് തുടങ്ങുന്ന പോലെ പല പല ഗ്രാഫ് വേരിയേഷനൊക്കെ ഉണ്ടായി. എന്നിട്ടും പിടിച്ചു നിന്നു. ഇന്ന് വേൾഡ് വൈഡ് ആ ബിസിനസ് നല്ല രീതിയിൽ സർവീസ് കൊടുക്കുന്ന നമ്മുടെ സ്വന്തം മജിഷ്യാണ് നമ്മുടെ കൂടെയുള്ളത്. നമസ്കാരം. നമസ്കാരം. ആത്മീയ ഡിസൈനർ സ്റ്റുഡിയോ, അതിൻ്റെ വിശേഷമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇത് കണ്ടാ, ഇവര് ഇന്റർവ്യൂ തുടങ്ങുമ്പോ ചിരിച്ച് ഇല്ല പറ ഇല്ല ഞാൻ ചോദിക്കാൻ പോയ ക്വസ്റ്റ്യൻ ഇതല്ലല്ലോ. അതല്ലേ ഇവിടെ ഡൗട്ടായിരുന്നു, ഞാൻ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞ ഒന്നുമില്ല, സുഖമാണോ ചോദിക്കുന്നത്. അതിന്റെ ഉത്തരം പഠിച്ചു വെച്ചെങ്ങനെയായിരുന്നു? സുഖം. ഓക്കെ, ആദ്യമായിട്ട് ചോദിക്കാൻ പോകുന്നത്, ഈ ആത്മീയ എന്ന വാക്ക് എവിടെ നിന്നാ കണ്ടുപിടിച്ചേ? മോന്റെ പേര് വെച്ചിട്ട്. പ്രിപ്പയർ ആണ്. ഓക്കെ, അന്ന് നമുക്ക് തുടങ്ങാം. ഇനി ടെൻഷനൊക്കെ മാറിയില്ലേ? ഓക്കെ. എനിക്ക് വയ്യ, ഇവിടെ ഇന്റർവ്യൂവിന് ക്യാമറ വെച്ചപ്പോൾ തുടങ്ങിയ ചിരിയ. ഓക്കെ, ഇവിടെ കുറെ ടെൻഷൻ ഉണ്ട്. അതൊക്കെ ഇന്ന് ഇന്റർവ്യൂവിൽ മാറ്റുന്നുണ്ട്. സുഖമാണോ? ഓക്കെ. നമ്മൾ 2011 നമ്മുടെ സ്ഥാപനം തുടങ്ങിയത്? 2014. ഞാൻ ഇച്ചിരി നേരത്തെ തുടങ്ങി. 2014 നമ്മുടെ സ്ഥാപനം തുടങ്ങിയത്. പിന്നെ അവിടുന്ന് ഈ സ്ഥാപനം തുടങ്ങാണ്ടായ ഒരു സാഹചര്യം ഒന്ന് പറയാമോ? ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പം മോനായപ്പോൾ ഞാൻ ജോലി നിർത്തി. അങ്ങനെ പിന്നെ മോനൊരു 6 മാസമൊക്കെ ആയപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വെച്ചിട്ട് തുടങ്ങിയത്. അങ്ങനെ തുടങ്ങിയാണ്. അപ്പോൾ എന്താണ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് ഒരു ക്ലോത്തിങ്സിലേക്ക് വന്നത്? വേറെ ഒന്നുമല്ല, പൈസക്ക് വേണ്ടി. വീട്ടിലിരുന്ന് മോനെ നോക്കി നമുക്ക് എങ്ങനെ എന്തെങ്കിലും ഏൺ ചെയ്യാൻ പറ്റും നോക്കിയപ്പോൾ അന്ന് പിന്നെ ഇപ്പത്തെ അത്രയും അങ്ങോട്ട് ഒരുപാട് പൊട്ടിക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. അപ്പൊ ഈ ഓൺലൈനൊക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ കണ്ടപ്പോൾ വീട്ടിലിരുന്ന് ജസ്റ്റ് കുറച്ച് സ്റ്റോക്ക് എടുത്തിട്ട് അങ്ങനെ തുടങ്ങിയത്. ഇതാരും ഐഡിയ പറഞ്ഞു തന്നെ? ഞാൻ തന്നെ ഉണ്ടാക്കിയത്. എല്ലാം ഞാൻ തന്നെയാണ്. ഓക്കെ, അടിപൊളി. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ തുടങ്ങുമ്പോൾ എന്തായാലും ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അത്യാവശ്യം നല്ലൊരു പ്രൊഫഷനിലിരിക്കുന്നു. എല്ലാം നല്ലതാണ് കേട്ടോ, ഞാൻ പറയുന്നത് അതല്ല പറയുന്നത്. പഠിച്ച ഒരു പ്രൊഫഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. വീണ്ടും അപ്പോൾ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ ആരെങ്കിലും വേണ്ട എന്ന് പറയാൻ ഉണ്ടായിരുന്നു? എല്ലാവരും ഉണ്ടായിരുന്നു. വേണ്ടെന്ന് പറയാൻ എല്ലാവരും ഉണ്ടായിരുന്നു. എന്നിട്ട് എങ്ങനെയാണ് അതൊക്കെ തട്ടി മാറ്റി മുമ്പോട്ട് പോയത്? അതൊന്നും മൈൻഡ് ചെയ്യണ്ട.
പൈസ കിട്ടുന്നത് നമുക്കാണ്. അതെ, അപ്പൊ അതൊന്നും കാര്യമാക്കിയില്ല. ഓക്കെ, ടെൻഷൻ ഉണ്ടായിരുന്നോ? ഞാനൊരു അതുമില്ല, അറിയാത്ത ഒരു അങ്ങനെ ഞാൻ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ഒരുപാട് പൈസ ഇറക്കി ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അല്ലേ നമുക്ക് പേടിക്കാനുള്ളൂ. അപ്പം ഞാൻ അത് നോക്കിയിട്ടില്ല. നമ്മൾ കുറച്ചെടുത്തിട്ട് അതെങ്ങനെ പോകും എന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെ അതിൽ തന്നെ പിന്നെ ഞാൻ ആദ്യം കുറച്ചെടുത്തിട്ട്, അപ്പോൾ ആ കുറച്ചെടുത്തപ്പോ എങ്ങനെയാണ് എല്ലാവരും അറിഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ടെന്ന്? മാർക്കറ്റിങ്ങിനായിട്ട് എന്താ ഉപയോഗിച്ചത്? ഞാൻ ജസ്റ്റ് ഫ്രണ്ട്സിനെ എല്ലാവരും കൂടെ പിടിച്ചൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലോട്ട് അങ്ങോട്ട് ഇട്ടു. ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട്. അതെ, അവിടെ നിന്നാണ് നമ്മൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും ആയിട്ടില്ല, അതിലാരും ഒന്നും വാങ്ങിയില്ല. എന്റെ മുന്നേ ഉത്തരങ്ങളല്ലേ? അല്ലേ, അതൊന്നും ആരും ഒന്നും വാങ്ങിയില്ല. അപ്പൊ ഫസ്റ്റത്തെ പ്ലാൻ പോയി. അതെനിക്ക് അറിയായിരുന്നു വാങ്ങൂലെന്ന്. അറിയാൻ വേണ്ടി. അതെ, എന്താണെന്നുള്ളത് നമുക്ക് നോക്കാലോ. അത് കഴിഞ്ഞ് പിന്നെ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഇതുപോലെ അക്കൗണ്ട്, ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ട് അതിലിങ്ങനെ ഇട്ട് തുടങ്ങി. അതിന്നാണ് നമ്മൾ ഫേസ്ബുക്ക് ത്രൂ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് കസ്റ്റമർ ആരായിരുന്നു? ഫസ്റ്റ് കസ്റ്റമർ എനിക്ക് കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ഓർമ്മയില്ല. എന്നാലും കാരണം നമുക്ക് ഫസ്റ്റ് സെയിൽ നടക്കുമ്പോഴാണ് നമുക്ക് കുറെ പ്രതീക്ഷകൾ വന്നത്. കാരണം ഒരുപാട് സ്വപ്നങ്ങളായിട്ടാണ് നമ്മളൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. അതെടാ, ഞാൻ വാങ്ങിയ പൈസനെക്കാട്ടി ഒരുപാട് കുറച്ച് കൊടുക്കേണ്ടി വന്നു എനിക്ക്. കുറെ മാസമായിട്ട് എന്തെങ്കിലും പോണ്ടേ. അയ്യോ, അപ്പൊ അല്ല, ഒരുപാട് കുറച്ചിട്ടില്ല, പക്ഷെ പ്രോഫിറ്റ് എടുക്കാണ്ട് ഞാൻ കൊടുത്തു. കാരണം എന്തെങ്കിലും ഒന്ന് പോയാലേ നമുക്ക് അതിന് മുന്നിലേക്ക് പോകാൻ ഒരു എനർജി കിട്ടുള്ളൂ. അപ്പൊ അത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ടും അങ്ങനെയല്ല. ഇപ്പൊ ഒരു ബിസിനസ് എന്നുള്ള നിലയ്ക്കല്ല നമ്മൾ എനിക്ക് എന്തെങ്കിലും തുടങ്ങണം എന്നുള്ളതിൽ നമ്മൾ തുടങ്ങുമ്പോൾ, അപ്പൊ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അപ്പോൾ നമ്മൾ ആ ഒരു വാങ്ങിയ പൈസക്കാണെങ്കിലും അത് പോയി കഴിയുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ. അതിന് എനിക്കൊരു എനർജി കിട്ടി. ഞാൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ കളിയാക്കാൻ ഉപയോഗിച്ചത് അല്ലെങ്കിൽ കളിയാക്കിയത് ആരൊക്കെയായിരുന്നു? ഫാമിലി തന്നെയാണ്. എന്താ പറയുക? അതിപ്പോ നമ്മൾ ഡയറക്റ്റ് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ ഇങ്ങനെ കേൾക്കുമല്ലോ ഓരോരുത്തർ പറഞ്ഞെന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മൾ പഠിച്ചതൊക്കെ ഇത്രയൊക്കെ കാര്യമായിട്ട് പഠിച്ചിട്ട് പിന്നെന്നാ ഇതിനാണെങ്കിൽ വേറെ പഠിച്ചാൽ പോരായിരുന്നോ, ഇതൊക്കെ പഠിക്കണമായിരുന്നോ എന്നുള്ളത്. പക്ഷെ ഞാൻ പഠിച്ചപ്പോൾ കുറച്ച് ദൂരത്തൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത്രയും ദൂരമൊക്കെ പോയി പഠിച്ചിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ പഠിച്ചിട്ട് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എന്നാൽ പിന്നെ ഈ ഒരു വീട്ടിലിരുന്നിട്ട് തന്നെ അല്ലാത്ത വേറെ തയ്യൽ പഠിച്ചിട്ട് ഇതിൽ വന്നാൽ മതിയായിരുന്നല്ലോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. എല്ലാവരും ഒരു ഗവൺമെന്റ് ജോലി അങ്ങനത്തെ അങ്ങനെ ഇപ്പോ ഈ 2025 ഈ മാസം എത്തിയേക്കുന്നു. ഇപ്പൊ അവരൊക്കെ എന്താ പറയുന്നത്? അവരിപ്പോ നമ്മളെ ഭയങ്കര ഇതിപ്പോ നമ്മുടെ കടയാന്നുള്ള മട്ടില്ലേ ആണ്, ഇതായിരുന്നു ശരി. അതെ അതെ അതെ, അവരിപ്പോ ഇത് എങ്ങനെ ഇത് തുടങ്ങണമെങ്കിൽ സ്റ്റാർട്ടിങ് ഇപ്പൊ എങ്ങനെയാന്നൊക്കെയാണ് നമ്മളോട് ചോദിച്ചു തുടങ്ങി. ഐഡിയ ഒക്കെ അടിപൊളി. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മള് ഈ ക്ലോത്തിങ്സ് സ്റ്റാർട്ട് ചെയ്ത ടൈമില് 2014 നമ്മൾ തുടങ്ങുന്നു. പിന്നെ ഈ ഓൺലൈനിലേക്കൊക്കെ, അതായത് നമുക്ക് എങ്ങനെയാണ് അടുത്തടുത്ത സ്റ്റെപ്പ് വെക്കുന്നത്? ആ ഒരു മൊമെന്റ് ഒക്കെ എങ്ങനെയായിരുന്നു? അത് എനിക്ക് തോന്നുന്നു ഞാൻ ഇതിന്ന് വിട്ടു കൊടുത്തിട്ടില്ല. ഞാൻ സ്റ്റോക്ക് എടുത്തോണ്ടേ നിന്നു, കുറച്ച് ഇങ്ങനെ എടുത്ത് നിന്നിട്ട്. അപ്പോൾ പിന്നെ നമുക്കിങ്ങനെ കുറച്ച് ആ സമയത്ത് ഈ ഓൺലൈൻ ഷോപ്പിംഗ് അങ്ങോട്ട് ആയി വരുന്ന സമയം. അപ്പം നമ്മൾക്ക് ഈ നമ്മുടെ ഫാമിലി ഒന്നും ഇല്ലെങ്കിലും എനിക്ക് കുറച്ച് കസ്റ്റമേഴ്സ് വന്നു, അല്ലാണ്ട് കസ്റ്റമേഴ്സ് വന്നു. ഈ എറണാകുളത്ത് നിന്ന് തന്നെ കുറച്ചുള്ള കസ്റ്റമേഴ്സ് വന്നു. പിന്നെ അവർ വാങ്ങി അങ്ങനെ അങ്ങ് പോയി. അങ്ങനെ അപ്പോൾ അതിലും പിന്നെ നമുക്ക് ഈ ഹാൻഡ് വർക്കിൻ്റെ കാര്യങ്ങളും അതൊക്കെ തുടങ്ങിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഇതായിട്ട് വന്നത്. കസ്റ്റമൈസേഷനൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ഗ്രോത്ത് കാര്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് 2015-16 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പോൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ആദ്യത്തിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് അതായിരുന്നു നല്ലത്, അല്ലെങ്കിൽ ഇതല്ല, ഞാൻ ഈ വഴിയല്ല പോകണ്ടേ, ഇങ്ങനെയാണ് പോകണ്ടേ, കുറെ ഐഡിയാസ് നമുക്ക് വരും. ഇപ്പൊ ആദ്യം കുറച്ച് കാലഘട്ടം കഴിഞ്ഞിട്ട് നമ്മളൊരു ബിസിനസിന്റെ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് നോക്കൂലേ, ആ ഒരു മാറ്റം ഉണ്ടായത് എവിടെ നിന്നാണ്? അത് ഷോപ്പ് തുടങ്ങിയതെന്ന് വയ്ക്കാം. ഷോപ്പ് തുടങ്ങി ആദ്യം അത്ര നമ്മൾ സീരിയസ് അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താ ചെയ്യാം അങ്ങനെ നോക്കുമല്ലോ. പിന്നെ ഷോപ്പിലേക്ക് തുടങ്ങിയപ്പോഴാണ് ഞാൻ കുറെ കൂടെ ഇതിനെപ്പറ്റി സീരിയസ് ആയത്. ആദ്യം സ്റ്റോക്ക് വാങ്ങിയിട്ട് നമ്മൾ സെയിൽ ചെയ്യാന്ന് പറയുമ്പം എനിക്ക് അത് അത്ര വലിയ ഇതായിട്ട് തോന്നിയില്ല. അത് നമുക്കൊരു അത്രയൊരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ടായില്ല. പക്ഷെ ഷോപ്പ് തുടങ്ങിയപ്പോൾ ഞാൻ കസ്റ്റമൈസേഷൻ എടുത്ത് തുടങ്ങി. അപ്പോൾ കസ്റ്റമൈസേഷൻ എടുത്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇത് ഒന്ന് എൻജോയ് ചെയ്തിട്ട് ഒക്കെ ഒന്ന് റെഡിയാക്കാൻ തുടങ്ങി. പല കസ്റ്റമേഴ്സിന് പല ഡ്രസ്സ് അവരുടെ അളവിനൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അതാണ് നമ്മളൊരു ഇതിലേക്ക് കിട്ടിയത്. ഇപ്പൊ ഈ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഇപ്പൊ നമ്മുടെ ചുറ്റും ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇപ്പൊ ബൊട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂൺ മുളയ്ക്കുന്ന പോലെ നമ്മുടെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിൽ നിന്നൊക്കെ നമ്മളെ വ്യത്യസ്തനാക്കുന്നത് എന്താണ്? നമ്മുടെ സർവീസ് ആയിരിക്കണം. ഒരു കസ്റ്റമർ നമ്മളുടെ അടുത്തേക്ക് വന്നിട്ട് അവരത് പിന്നെ അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു. ഇപ്പം നമ്മളുടെ കസ്റ്റമേഴ്സിനെക്കാട്ടി ഫാമിലിയാണ്. എനിക്ക് ഇത്രയും എനർജി തന്നേക്കണേയും നമ്മൾ ഇത്രയും വിശ്വസിച്ച് നമ്മുടെ കൂടെ നിന്ന കസ്റ്റമേഴ്സ് മാത്രമാണ് നമ്മളിവിടെ എത്തിച്ചേക്കണേ. അപ്പം അത് അന്ന് തുടങ്ങിയപ്പോൾ മുതലുള്ള കസ്റ്റമേഴ്സൊക്കെ നമുക്ക് ഇപ്പോഴും ഉണ്ട്. അതെ, എല്ലാവരും ഉണ്ട്. നമ്മൾക്ക് അങ്ങനെ മിസ്സായി പോയ കസ്റ്റമേഴ്സ് അങ്ങനെ എനിക്ക്
തോന്നുന്നില്ല. പക്ഷെ എല്ലാവരും ഇപ്പോൾ ഒരു ഫാമിലി പോലെ ഉണ്ട് നമുക്ക്. ഓക്കെ ഓക്കെ. ശരിക്കും ബന്ധങ്ങൾക്ക് വലിയൊരു വാല്യൂ ഉണ്ടല്ലേ ബിസിനസ്സിൽ? നമ്മൾ തന്നെ ഇറങ്ങി തന്നെ മുമ്പിൽ നിൽക്കണം എല്ലാവരുമായിട്ടൊരു. അപ്പം ഞാൻ തന്നെ ഇതാണ് ഈ പറഞ്ഞു, ഞാൻ തന്നെയാണ് ഈ കസ്റ്റമേഴ്സായിട്ടൊക്കെ ഡീൽ ചെയ്യണേ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു ഹോംലി ബൊട്ടീക്ക് എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാനിത്. അപ്പം നമ്മളുടെ ഒരു വീട്ടിൽ വന്ന് നമ്മുടെ ഒരു ചേച്ചീൻ്റെ അടുത്ത്, ചേച്ചി എനിക്ക് ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് വേണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്ക് ഫംഗ്ഷനാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചെയ്ത് തരുമ്പം ആ ചേച്ചി എത്ര സ്നേഹത്തോടെ ചെയ്ത് കൊടുക്കുമോ അതേപോലെയാണ് ഞാൻ അവരെ നോക്കണത്. ഓക്കെ. ഇപ്പം നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ വിദേശത്തു നിന്നൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ കല്യാണം പരിപാടികൾ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിലായിരിക്കും ഇവരൊക്കെ വരുന്നത്. അപ്പോൾ ചിലപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷമായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് ഡ്രസ്സ് എടുക്കലും പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തു കൊടുക്കാനുള്ള സൗകര്യങ്ങൾ നമുക്കുണ്ടോ? അവർ മിക്കവരും അങ്ങനെ തന്നെ പറയാറുണ്ട്. കാരണം ഇങ്ങനെ ബുക്ക് ചെയ്ത് വെച്ചേക്കും, ഈ സമയത്തേക്ക് വേണം എന്നൊക്കെ ഉള്ളത് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കും, മുമ്പോട്ട് പോകും. ശരിക്കും ഇപ്പോൾ എടുത്തേക്കുന്ന റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു റിസ്ക് ആയിരുന്നില്ല ആ ഒരു കാലഘട്ടത്തിൽ. ഒരു ബൊട്ടീക്ക് അല്ലെങ്കിൽ ഒരു ഇതുപോലത്തെ ഒരു ക്ലോത്തിങ്സ് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ സോഷ്യൽ മീഡിയ പോലും ആൾക്കാരും വരെയൊക്കെ യൂസ് ചെയ്ത് വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ നമ്മളിത് മുമ്പോട്ട് പോകുമ്പോൾ അന്ന് ഫേസ് ചെയ്ത ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? അന്നിപ്പോൾ മെയിനായിട്ട് നമുക്ക് ഫേസ് ചെയ്തത് ഇതുപോലെ നമ്മൾ ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു ആദ്യം. ഇതൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എവിടുന്ന് ബുക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാവുമല്ലോ. നമ്മുടെ ജെന്യൂനിറ്റി പ്രൂവ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. നമ്മൾ വെച്ചാൽ ഭയങ്കര ബ്രാൻഡായിട്ട് അറിയപ്പെടുന്നതൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മുടെ ഒരു പേര് ഇങ്ങോട്ട് ആയി കിട്ടണമല്ലോ, അത് പ്രൂവ് ചെയ്യണം എന്നുള്ളത് കുറച്ചൊരു അത്യാവശ്യമായിരുന്നു. ഇപ്പോൾ പിന്നെ നമ്മൾ ഓൺലൈനിലേക്ക് വരുമ്പോൾ ഇപ്പം ഞാൻ ഇടയ്ക്ക് ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ ഓൺലൈനിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയുണ്ട്, നമ്മൾ പറ്റിക്കപ്പെടും, നമ്മൾ ബുക്ക് ചെയ്ത സാധനം ഒരുക്കി വരുന്നത്, ഇങ്ങനെ പല പല തെറ്റിദ്ധാരണകളുണ്ട്. അതൊക്കെ മാറി തുടങ്ങി, കാരണം എല്ലാവരും ഓൺലൈൻ ഷോപ്പിംഗ് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു ഇപ്പോഴും ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ട്. അവരോടൊക്കെ എന്താ പറയുക, അങ്ങനെ പേടിച്ച് നിൽക്കുന്നവരോട്? പേടിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യം എന്തായാലും ഉണ്ട് അല്ലേ. നമ്മളൊരു ഏതൊരു അക്കൗണ്ടിൽ പോകാൻ നേരത്തും ജസ്റ്റ് നമ്മൾ ചെറിയൊരു റിസർച്ച് എന്തായാലും ചെയ്യണം അല്ലേ. നമ്മളിപ്പോൾ ഒരു പ്രൊഫൈൽ ഒരു അക്കൗണ്ടിൽ കയറി വാങ്ങാൻ നേരത്ത് ഒന്ന് നമ്മൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ അതിന്റെ കമന്റ്സ് നോക്കുമ്പോൾ എല്ലാം റിവ്യൂ, ഇനിയിപ്പോൾ ഗൂഗിൾ റിവ്യൂ ഒക്കെ നോക്കുമ്പോൾ അറിയാലോ. അപ്പം എൻ്റെ അടുത്ത് തന്നെ കുറേ കസ്റ്റമേഴ്സ് വരാറുണ്ട്, ചേച്ചി എൻ്റെ അടുത്ത് ചോദിക്കും ജെന്യൂൻ ആണോ എന്ന്. അപ്പം ഞാൻ പറയും ഞാൻ എങ്ങനെയാ നമ്മൾ ഒരാളുടെ അടുത്ത് ഇപ്പം നമ്മൾ ജെന്യൂൻ ആണോ എന്ന് ചോദിക്കാൻ നേരത്ത് ഞാൻ ജെന്യൂൻ ആണെന്ന് പറഞ്ഞു അല്ലേ. കുറേ പേര് അങ്ങനെ ചോദിക്കാറുണ്ട്, ഞാൻ അവരുടെ അടുത്ത് പറയും അപ്പം ജെന്യൂൻ ആണോ എന്ന് അങ്ങനെ ചോദിക്കല്ലടാ, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കൂ. അപ്പം ഞാൻ പറയും ഇങ്ങനെ കമന്റ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, അതുപോലെ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇതാക്കൂ. കാരണം പിന്നെ എൻ്റെ പേജിലെന്ന് എൻ്റെ അക്കൗണ്ടിലെന്ന് പറയാൻ നേരം നമ്മുടെ കസ്റ്റമർ പിക്ചേഴ്സ് ഞാൻ മിക്ക ദിവസവും ഇടും, കസ്റ്റമർ റിവ്യൂ പിക്ചേഴ്സ് ഞാൻ മിക്ക ദിവസവും ഇടാറുണ്ട്. അപ്പം നമുക്ക് കുറച്ചൊക്കെ അല്ലേ നമുക്ക് ജെന്യൂൻ അല്ലെങ്കിൽ നമുക്ക് കിട്ടുള്ളൂ, ഇത്രയൊന്നും നമുക്ക് ഇട്ടിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതൊക്കെ നമുക്ക് ഇപ്പൊ കേരളത്തിലല്ല, കേരളത്തിന്റെ പുറത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ നമ്മളെ സെയിൽ അടക്കം. എനിക്ക് കേരളത്തിനേക്കാളും ശരിക്കും പുറത്തുനിന്നാണല്ലേ, തമിഴ്നാടും ആന്ധ്രയാണ് എന്റെ കസ്റ്റമേഴ്സ് അധികം ഉള്ളത്. അവിടെ ഇന്ത്യക്ക് പുറത്തേക്ക് അയക്കാറുണ്ട്. അത് ഇവിടെയുള്ള ആൾക്കാർ തന്നെ പുറത്ത് പോയി അവര് അവിടുന്ന് ബുക്ക് ചെയ്യാറുണ്ട്. നമ്മൾ എപ്പോഴും ഒരുപാട് അപ്ഡേഷൻസ് വരുന്നൊരു മേഖലയാണ്. എന്നും പുതിയ പുതിയ ഡിസൈനുകൾ വിപണിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡിസൈനുകളൊന്നും നമ്മൾ ചേഞ്ച് ചെയ്യാതെ ഒരൊറ്റ പാറ്റേണിലെ ഡ്രസ് കോഡ് കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അതാണെങ്കിൽ ഭയങ്കരമായിട്ട് ആൾക്കാർ മേടിച്ചോണ്ട് എന്താ അതിന്റെ പുറകിലെ രഹസ്യം? അതാണ് 2020 ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ള ഡിസൈനാണ്. ഇപ്പം നമ്മുടെ അക്കൗണ്ടിൽ നോക്കിയാലും ആർക്കും നോക്കിയാൽ കാണാം 2020 ചെയ്തേക്കണതാണ് നമ്മൾ ഇപ്പോഴും പോണത്. അപ്പോൾ അതിന്റെ കളർ ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടാണ് പോണത്. അതെന്തായിരിക്കും ആൾക്കാർ അങ്ങനെ മേടിക്കാൻ കാരണം? അതിപ്പോ ഞാൻ തന്നെ കാരണം നമ്മൾക്കിപ്പോൾ ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കണമെങ്കിലേ ഞാൻ ഇങ്ങനെ ജസ്റ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ എല്ലായിടത്തും എന്തൊക്കെ ഡിസൈൻസും എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, പുതിയ പുതിയ സംഭവം നമുക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ അധികം ഈ കസ്റ്റമൈസേഷൻ ആണ് നമ്മൾ എടുക്കണം. കസ്റ്റമേഴ്സിന് വേണ്ടത് എന്താണോ അതാണ് നമ്മൾ ചെയ്തു കൊടുക്കാറ്. മറ്റേത് ചെയ്യണമെന്നുണ്ടെങ്കിലും എനിക്ക് ചെയ്യാൻ ടൈം കിട്ടാറില്ല, നമുക്ക് ഇതും അതും എല്ലാം കൂടെ ചെയ്യാൻ പറ്റാറില്ല, സമയം കിട്ടാറില്ല നമുക്ക്. അപ്പം ഇത് ചെയ്യണത് നമുക്ക് വൃത്തിക്ക് ചെയ്യാന്നുള്ളതാണ്, എല്ലാം കൂടെ വാരിയിട്ട് ചെയ്യല്ലാണ്ട് നമ്മൾ എന്താണോ ചെയ്യണത് അത് നല്ല കറക്റ്റായിട്ട് ചെയ്യാന്നുള്ളത്. ഓർഡർ അതെ, നമ്മൾ കൊടുക്കണത് എല്ലാം കൂടെ വാരിയെടുത്ത് വലിച്ചെടുത്തിട്ട് അവസാനം അവിടെയും കിട്ടിയില്ല എവിടെയും കിട്ടിയില്ല എന്നുള്ളൊരു ജഗബൊക്കെ ആക്കാണ്ട് കൊടുക്കുന്നത് വൃത്തിക്ക് ചെയ്യാം. അപ്പൊ അത് ഇപ്പോഴും നമുക്ക് അത് കസ്റ്റമേഴ്സ് അതിനുണ്ട്. ഭയങ്കര അതിശയമായിട്ടുള്ള സംഭവമാണ്. അതെ, 2020 നമ്മുടെ ഫുള്ള് കളർ ചേഞ്ചസ് ആണ്. എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ നോക്കുമ്പോൾ എനിക്ക് ബോറടിക്കും. നമുക്ക് തന്നെ അയ്യോ ഇതിലിപ്പം ഞാൻ വിചാരിക്കും ആൾക്കാർ എങ്ങനെയാ അട്രാക്ട് ആണ്. പക്ഷെ ഇത് കസ്റ്റമേഴ്സ് പറഞ്ഞറിഞ്ഞ് വരുന്നവർ കുറേ പേരുണ്ട്. ഇപ്പം നമ്മൾ ഒരാളൊരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സ്റ്റോറി ഇടൂലേ അല്ലേ, നമ്മൾ സ്റ്റാറ്റസ് ഇടും. അപ്പം അങ്ങനെ ചോദിച്ചാൽ അപ്പം അവർ അതിന്റെ കളർ ചേഞ്ച് ചോദിക്കും. പിന്നെ അതിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടൊക്കെ ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ അത് തന്നെയാണ്. പക്ഷെ
ഓക്കെ, ഇപ്പൊ സൈസിന്റെ അവൈലബിലിറ്റി ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു മേഖലയാണെന്ന്, പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ വിപണിയിൽ. നമ്മുടെ ഡ്രസ്സുകൾക്കെല്ലാം കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? നമ്മൾ എല്ലാ സൈസിലും ചെയ്യും. ഏത് സൈസ്? ഏത് സൈസ് കസ്റ്റമറുടെ സൈസും ഹൈറ്റും ഒക്കെ വെച്ചിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ അവരുടെ കളർ അതെ ആ രീതിയിൽ ചെയ്യും. അപ്പൊ ഇതിന് നമുക്കൊരു ടീം ഉണ്ട്. ആ ടീമിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ടീമാണ് സത്യം പറഞ്ഞാൽ അവിടുത്തെ എന്താ പറയാ ഹൃദയഭാഗം. അവര് നമ്മള് അതായത് നമ്മളുടെ കൂടെ തുടങ്ങിയപ്പോൾ മുതലുള്ള സ്റ്റാഫുകൾ ഇപ്പോഴും നമുക്കുണ്ട്. പിന്നെ ആഡ് ആയിട്ടുണ്ടെങ്കിലും പക്ഷെ തുടങ്ങിയപ്പോൾ മുതലുള്ളവരുണ്ടല്ലോ, ആരും നമ്മളുടെ അടുത്ത് പോയിട്ടില്ല. പോയവരുണ്ട്, ഒരാഴ്ചയൊക്കെ വന്ന് പോയവരുണ്ട്, ചിലവരെ നമുക്ക് പറ്റാത്ത അങ്ങനെ നമ്മൾ പറഞ്ഞു വിടുന്ന കേസുണ്ട്. പക്ഷെ നമ്മുടെ സപ്പോർട്ടും നമ്മുടെ സത്യം പറഞ്ഞ ബാക്ക് ബോണും അന്ന് മുതലുള്ള നമ്മുടെ സ്റ്റാഫുകൾ തന്നെയാണ്. ഒരു ഫാമിലി പോലെ നമ്മുടെ കൂടെ നിന്ന് എന്തിനും എൻ്റെ മുഖം മാറുമ്പോഴത്തേക്ക് അവർ നമ്മുടെ ടെൻഷൻ മനസ്സിലാക്കി അവർ ആ വർക്ക് അതിനനുസരിച്ച് അത്രയ്ക്കും സപ്പോർട്ട് ചെയ്യണ സ്റ്റാഫുകളാണ്. അവർ തന്നെയാണ് നമ്മുടെ. ഓക്കെ, ഇപ്പൊ എന്തായാലും നമ്മളൊരു ഈ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ ഇതിപ്പോ ഒരുപാട് പേർക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു കാര്യം. കാരണം പലരും പലതും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതാണ്, പക്ഷെ ആരും ചെയ്യില്ല. വളരെ ഒരു ഇത്തിരി ശതമാനം ആൾക്കാരെ ചെയ്യുള്ളൂ. ചെയ്യുന്നവരാണെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് പേടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതവിടെ ഇട്ടിട്ട് പോയ പൈസ പോയി, ഇവിടെ നിർത്താന്നോട്ട് നിർത്തി പോകുന്നവരാ. അവിടെ നിന്നും ചാടി കയറി വീണ്ടും പോയി വിജയിച്ചു വരുന്നവര് വളരെ കുറവുള്ളൂ. അവിടുന്ന് നമ്മൾ അങ്ങോട്ട് ചാടി കയറണം, അവിടെയാണ് നമ്മുടെ പോയിന്റ് ഇരിക്കണേ. ആ വീണ സ്ഥലത്ത് നിന്ന് പിടിച്ച് കയറണോടത്താണ് നമ്മളുടെ ആ ഒരു അത് കയറാൻ എനർജി വേണ്ടേ? കയറാൻ എനർജി വേണം. ആ എനർജി എങ്ങനെ കിട്ടും? അത് എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആരെങ്കിലും ഒന്ന് നമ്മൾ എന്നൊരു സപ്പോർട്ട് നമുക്ക്, എന്റെ കേസിലാണെങ്കിൽ എനിക്ക് ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. ഒന്നങ്ങോട്ട് പിടിച്ച് കയറാൻ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കോ എന്നുള്ള ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ. പിന്നെ നമ്മളെ തന്നെ അങ്ങ് വിശ്വസിക്കുക, നമ്മൾ ചെയ്യണത് നമ്മൾ നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ പിന്നെ അതിന്റെ മുകളിൽ അങ്ങനെ അങ്ങോട്ട് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, എന്തെങ്കിലും അവിടേക്കൊക്കെ എത്തിക്കുന്നുള്ളു. ഓക്കെ, ആ സപ്പോർട്ടിന്റെ കാര്യം പറയുമ്പോ മോന്റെ പേരും കൂടി പറഞ്ഞു, വീട്ടിലേക്ക് എത്തണ്ട, അവിടെ നോക്കണ്ട. എന്റെ പേര് പറയുന്നില്ല, വീട്ടുകാരുടെ പേരും പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അല്ല, മോൻ കാരണമാണ് ഞാനിത് തുടങ്ങിയല്ലോ. അവന് ഒരു അമ്മ എങ്ങനെയായിരിക്കണം എന്ന് കാണിച്ചു കൊടുക്കും. അങ്ങനെയല്ല, ഇപ്പൊ ഒരു പ്രശ്നം വന്നിട്ട് ഇപ്പൊ മോൻ ഇപ്പം എല്ലാവരും അങ്ങനെ പറയല്ല, പക്ഷെ മോൻ ദിവസം കാണുന്നത് അമ്മ ഓരോ പ്രശ്നം കൊണ്ടിരിക്കണതാ. അയ്യോ അവിടെ അത് പോയി, ഇത് പോയി, മറ്റേത് പോയി, അത് തീർന്നു, അങ്ങനെ. അപ്പൊ അവൻ അതൊന്ന് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പൊ മോട്ടിവേറ്റഡ് ആവുന്നുണ്ട്. ലൈക്ക് അമ്മ അതെങ്ങനെയാണ് അതൊന്ന് രക്താവണത്, അതെ അമ്മയുടെ അതെ അതൊക്കെ കണ്ടിട്ട്. അപ്പൊ മോൻ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ അവന് എപ്പോഴെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാകുമ്പോൾ അവന് ഇങ്ങനെയൊക്കെ ആലോചിച്ച് എടുക്കാൻ പറ്റുമായിരിക്കും. ഈ ഒരു മേഖലയിലേക്ക് അടുത്തൊരു തലമുറയായിട്ട് വരണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണോ പറഞ്ഞു തുടങ്ങി അതിനെ കുറിച്ചൊക്കെ? അത് ഉള്ളിൽ, പക്ഷെ അവന്റെ ആഗ്രഹങ്ങളൊക്കെ വേറെയാണ്. ഓക്കെ, അടിപൊളി. എന്തായാലും നമുക്ക് ഇപ്പൊ ഈ പറയുന്ന പോലെ എവിടെയെങ്കിലും നമ്മൾ വീണ് പോകുമ്പോൾ ഒരാളുടെ കൈത്താങ്ങിലാണ് നമ്മൾക്ക് ഇത്തിരി എക്സ്ട്രാ എനർജി കിട്ടുന്നത്. ആ ഒരു എനർജി എന്നത് ഹസ്ബൻഡ് തന്നെയാണ്. അതെ, ഹസ്ബൻഡ് തന്നെയാണ്. നമ്മളിപ്പോ ഈ ഒരു നമ്മളിത് സംഭവം ചെയ്യാൻ നേരത്തെ ഇപ്പൊ ഞാൻ അധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടേ ഇല്ല. 10,000 റുപ്പീസാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തേക്കണേ. അപ്പൊ നമ്മൾക്ക് അങ്ങനെ പൈസ വരാൻ ഫുള്ള് പൈസയായിട്ട് അല്ലെങ്കിൽ അതായിട്ടൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇനി ആ സമയത്ത് അങ്ങനെ ഇപ്പത്തെ ഞാൻ അങ്ങനെ പറയണില്ല, എനിക്കറിയാം. പക്ഷെ ആ ഒരു സമയത്ത് നമുക്ക് അങ്ങനെ എന്നാലും നമ്മളുടെ അടുത്തുള്ളത് എന്താണോ അത് വൃത്തിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാൻ ആൾക്കാരുണ്ടാവും. അപ്പൊ ഈ കൊറോണ ടൈമിലൊക്കെ എങ്ങനെയാണ് പിടിച്ചിരുന്നത്? കൊറോണ ടൈം നമ്മൾ ഓൺലൈൻ ആയതുകൊണ്ട് കുറച്ച് സമയം നമുക്ക് ഈ കൊറിയർ അയക്കാൻ പറ്റാത്ത സമയത്ത് നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. കൊറിയർ പിന്നെ അല്ലാത്ത സമയം അത് കഴിഞ്ഞേരാണെങ്കിൽ അപ്പോഴാണ് നമുക്ക് കുറച്ച് കൂടുതൽ വന്നത്. കാരണം ആർക്കും സ്റ്റിച്ചിങ് പുറത്ത് പോയിട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായല്ലോ. പുറത്ത് പോയി അളവെടുക്കലും അതൊക്കെ ബുദ്ധിമുട്ടായപ്പോൾ ഓൺലൈൻ തന്നെ ബുക്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഓൺലൈൻ സത്യം പറഞ്ഞാൽ കൊറോണ കുറേയൊക്കെ നന്നായിട്ടുണ്ട്. അങ്ങനെയല്ല, അപ്പൊ സ്റ്റിച്ചിങ്ങിന്റെ ഓർഡേഴ്സ് ഒക്കെ കുറച്ച് കൂടി. അപ്പൊ നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാഫുകളൊക്കെ കൂട്ടേണ്ടിയൊക്കെ വന്നു. ആദ്യം മെറ്റീരിയൽ ആയിരുന്നു അധികം. കൊറോണയ്ക്ക് മുമ്പൊക്കെ ഞങ്ങൾക്ക് അധികം മെറ്റീരിയൽസ് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ കൊറോണ ആ സമയത്ത് നമുക്ക് സ്റ്റിച്ച്ഡ് പോയി തുടങ്ങി. ആൾക്കാർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അതെ അതെ, സ്റ്റിച്ച്ഡ് വാങ്ങണ്ടോണ്ട്. അപ്പൊ അങ്ങനെ വീണടം വിഷ്ണു ലോകം എന്നൊക്കെ പറയുന്നത് എല്ലാ സാഹചര്യവും നമ്മൾ പഠിക്കുക. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഇനി മുമ്പോട്ടുള്ള നമ്മുടെ അടുത്ത ഫ്യൂച്ചർ പ്രോഗ്രാമുകളൊക്കെ എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പ്രോഗ്രാം എന്ന് അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങോട്ട് പോവാ. അങ്ങനെയല്ല കുറച്ചും കൂടെ പതുക്കെ. ബ്രാഞ്ചുകളൊക്കെ ഫ്രാഞ്ചൈസി ഒക്കെ ആൾക്കാർ ചോദിച്ചു തുടങ്ങിയോ? ഫ്രാഞ്ചൈസി ഒന്നും ആരും ചോദിക്കാറില്ല, കൊടുക്കില്ല. ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് അങ്ങനെയല്ല നമ്മളിപ്പം അത് എനിക്ക് തോന്നണില്ല. ഞാൻ എനിക്കറിയില്ല എൻ്റെ ഒരു പ്രശ്നമാണോ എന്ന് എനിക്ക് അറിയണം. പക്ഷെ ഞാൻ ഇതാർക്കും വിട്ടുകൊടുക്കൂല. എനിക്ക് എന്നൊക്കെ ചെയ്യണം, മനസ്സിലായോ? എല്ലാം നമ്മൾ തന്നെ നമ്മളൊരു ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വെറും പ്രോഫിറ്റ് നോക്കിയാൽ നമ്മളുടെ ഒരു മനസ്സിനുള്ളിൽ നമുക്കൊരു സന്തോഷം വേണമല്ലോ നമ്മൾ ചെയ്യണല്ലോ. എനിക്ക് കിട്ടണത് ഇതിലിപ്പം നമ്മൾ ഇതൊക്കെ ചെയ്യണോണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പൊ സത്യം പറഞ്ഞാൽ കുറച്ച് തിരക്കാവുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന്
പോകുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ കസ്റ്റമേഴ്സ് മനസ്സിലാക്കുന്നുണ്ട്, അത് നമുക്ക് ഭയങ്കര സന്തോഷം വരും. കാരണം ചിലതിപ്പോൾ 15 ദിവസം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കാറ്. അപ്പൊ ഇപ്പോഴത്തെ ഒരു സമയം അനുസരിച്ച് എനിക്ക് 15 കഴിഞ്ഞ് 20 ആയിട്ടുണ്ട്. പക്ഷെ അത് കസ്റ്റമേഴ്സിന്റെ അടുത്ത് പറയുമ്പോൾ അവർ എത്ര വൃത്തിക്ക് അത് എന്തെങ്കിലും രീതിയിൽ മനസ്സിലാക്കി, എന്തായാലും അവരത് മനസ്സിലാക്കി നമ്മുടെ കൂടെ നിൽക്കുമ്പോണ്ടല്ലോ, അപ്പോഴാണ് നമുക്ക് ആ ഒരു ഇതൊക്കെ ചെയ്യുമ്പോഴുള്ള ഒരു ഇതുണ്ടല്ലോ. എല്ലാം അങ്ങനെ പ്രശ്നം അങ്ങനെയൊന്നും ഇല്ല. നമ്മളത് മര്യാദയ്ക്ക് ചെയ്യുവാണെങ്കിൽ എല്ലാവരും നമ്മളെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കൂടെ നിൽക്കും. ഓക്കെ. ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരു റോൾ മോഡൽ നമ്മുടെ മുമ്പിലുണ്ടാവും. അവരൊക്കെ ഈ ഒരു കാര്യം ചെയ്തിട്ടല്ലേ രക്ഷപ്പെട്ടെ. അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഒരു ഇൻസ്പിറേഷൻ ആവുന്ന രീതിയിൽ ആരെങ്കിലും നമ്മുടെ ഫ്രണ്ടിലുണ്ടായിരുന്നു? അങ്ങനെയെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ പറയാൻ പറ്റുമോ എന്നല്ല, 2-3 പേരെ ഞാൻ ഈ ബൊട്ടീക്ക് ഓണേഴ്സിന് അവരിങ്ങനെ നോക്കിയപ്പോഴേ, അപ്പൊ നമ്മളിങ്ങനെ കാണുമ്പം അവരൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്ത് ഇങ്ങനെ വന്നു എന്നുള്ള ഒരു അങ്ങനെ ഉണ്ടാവില്ലേ. സത്യം പറയുകയാണെങ്കിൽ ബീന കണ്ണൻ, മറ്റേ ആളിപ്പോ പൂട്ടിപ്പോയി, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ കഴിഞ്ഞു. അല്ല, നമ്മളപ്പോ ആ സമയത്തൊക്കെ നമ്മൾ വളരണത് ഇങ്ങനെയാണല്ലോ. നമ്മളുടെ ആ ഒരു ഈ സമയത്ത് വേണമെന്ന് തോന്നുന്നു. പക്ഷെ എൻഡിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരു ബൊട്ടീക്കൊക്കെ വെക്കുമ്പോൾ ബീന കണ്ണനിലൊക്കെ നമുക്ക് ഭയങ്കര ഒരു ആരാധന തോന്നണ ഒരു. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഒരു ധൈര്യത്തിൽ അങ്ങ് ഇറങ്ങി തിരിച്ചാണ്. ആ ധൈര്യം ഇനി ചോർന്നു പോവാതെ പലപ്പോഴും നമ്മൾ ചോർന്നൊക്കെ പോവത്. ചില സമയത്തൊക്കെ കയ്യിൽ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്തൊന്നും നമ്മുടെ കയ്യിൽ ഇതൊന്നും എങ്ങനെയാ പോണെന്നൊന്നും അറിയില്ല. മൊത്തം പിടിച്ചാ കിട്ടാത്ത അവസ്ഥയൊക്കെ വരും. ഇതിലൊരു സീസണും ഓഫ് സീസണും ഒക്കെ ഉണ്ടോ? ഉണ്ട്. ഓഫ് സീസൺ ഒക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ഓൺലൈൻ ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഇല്ല. ഓൺലൈനിലാവാൻ നേരത്ത് നമുക്ക് എപ്പോഴും ഏകദേശം എപ്പോഴും കുഴപ്പം. പക്ഷേ ഈ സീസൺ ആകുമ്പോൾ ഭാരം ഒരുപാട് കൂടും. അപ്പോൾ നമ്മൾ രാത്രിയൊക്കെ ഫുള്ള് 24 hours എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇരിക്കേണ്ട ഒരു ഇത് വരും. ഇതിന്റെ കൂടെ തന്നെ ഇരിക്കേണ്ടി വരും. സീസൺ ടൈം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഓരോ ഫെസ്റ്റിവൽ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുന്നതൊക്കെ എങ്ങനെയാണ്? നേരത്തെ സ്റ്റോക്ക് ചെയ്യുന്ന പരിപാടി ഇല്ല. നമ്മൾ ഫുള്ള് കസ്റ്റമൈസ് ഫാബ്രിക് ആണ്. നമുക്ക് ഫാബ്രിക് റോ മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ, അതായത് എല്ലാതും മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞ പോലെ ചെയ്ത് കൊടുക്കുകയാണല്ലോ. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ നമ്മളത് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇപ്പം ഇതുപോലെ ഓണം ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ ആ ഒരു ടൈമിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ 15 എന്ന് പറഞ്ഞത് അപ്പോൾ 20 ആയിട്ടുണ്ടെങ്കിൽ ഓണമൊക്കെ കഴിഞ്ഞു പോകും. അപ്പോൾ പിന്നെ ആകെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ ചെയ്ത് കൊടുക്കേണ്ട ഒരു ഇതുണ്ടാവുമല്ലോ. ഓക്കെ. അപ്പോൾ അതെല്ലാം നമ്മൾ നേരത്തെ നോക്കിയും കണ്ടൊക്കെ ഇരിക്കണം. അതെ. ഇപ്പോൾ പുതിയ സീസൺ എന്ന് പറഞ്ഞാൽ ക്രിസ്മസാ. അപ്പോൾ ഈ ടൈമിലുള്ള നമ്മുടെ തയ്യാറെടുപ്പുകളൊക്കെ എങ്ങനെയാണ്? ഈ ടൈമിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ക്രിസ്മസ് വരെ ഉള്ളത് ഏകദേശമൊക്കെ ആയി തോന്നുന്നുണ്ട്. ക്രിസ്മസിൻ്റെ ഒക്കെ ഓർഡേഴ്സിലേക്കുള്ളത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അധികം എടുക്കാൻ ഉള്ളതില്ല. ഒരു വിധം നമ്മൾ ഫില്ലായി. ഓക്കെ. ഇനി മുമ്പോട്ട് ഇപ്പം നമ്മുടെ ഒരു സൈറ്റിലേക്ക് ഇപ്പോൾ കസ്റ്റമേഴ്സ് ഇപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ കാണുമ്പോൾ ഓക്കെ എനിക്ക് ഈ സൈറ്റിലൊക്കെ ഒന്ന് കയറിയാൽ കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത് ഓർഡർ ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്ന് തോന്നുന്നവരുണ്ടാവും. അവരെന്താ ചെയ്യേണ്ടത്? അവർ നമ്മുടെ ഇൻസ്റ്റ അക്കൗണ്ടിലോ ഫേസ്ബുക്കിലോ പോവുക, അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ഡയറക്റ്റ് വന്നിട്ട് ഒരു ചേച്ചിന്ന് വിളിച്ചാൽ മതി, ഞാൻ അവിടെ ഉണ്ടാവും. എന്തായാലും ഇതേപോലത്തെ സർവീസുകൾ നമുക്ക് ഈ വരുന്ന കസ്റ്റമർ കംപ്ലൈന്റുകളും എല്ലാം അറ്റൻഡ് ചെയ്യുന്നത്. അതെ. കസ്റ്റമർ കംപ്ലൈന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്താ പറയാ, എനിക്കിപ്പോൾ ഏറ്റവും വലിയൊരു കസ്റ്റമർ കംപ്ലൈന്റ് ഇപ്പം, പക്ഷെ അത് കംപ്ലൈന്റ് ആയിട്ട് പോയില്ല. ആ കുട്ടി ഒരുപാട് നമ്മൾ മനസ്സിലാക്കി. ഞാനത് എപ്പോഴും ഞാൻ എല്ലാവരോടും പറയണ, ഒരു റെഡ് പറഞ്ഞിട്ട് ഞാൻ ഗ്രീൻ ചെയ്ത് കൊടുത്തു. റെഡ് ഡ്രസ്സിൽ നമ്മൾ ഗ്രീൻ കളർ ഡ്രസ്സ് കൊടുത്തു അവർക്കൊക്കെ. അത് പുറത്തുള്ള കസ്റ്റമറാ. അപ്പൊ അവർക്ക് നമ്മൾ അത് ചെയ്തു കൊടുത്തു. പക്ഷെ ആ കുട്ടി, ഞാൻ ആകെ ഇത് ഫോട്ടോ ഈ കുട്ടി അയച്ചപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഫുള്ള് പോയി, എല്ലാം പോയി, ഞാൻ കഴിഞ്ഞു വിചാരിച്ചു. പക്ഷെ ആ കുട്ടി അതിൻ്റെ താഴെ നമുക്ക് അയച്ച വോയിസ് ഉണ്ടല്ലോ, നമ്മൾ ആകെ സത്യം പറഞ്ഞാൽ കണ്ണിറഞ്ഞു പോയി. അതിനൊരു കുഴപ്പമില്ല. അത് സാരില്ല ചേച്ചി, മനുഷ്യന്മാരല്ലേ, ഒരു മിസ്റ്റേക്ക് ഒക്കെ പറ്റും. പക്ഷെ കിട്ടിയേക്കണത് എന്ത് നല്ല ഭംഗിയുള്ളതാ, നല്ല കളറിലാണ്, നല്ല വർക്ക്, നല്ല ഫിറ്റിങ്സ് ഒക്കെ നല്ലതാ. അപ്പൊ വേറെ ഒന്നും ഇല്ലല്ലോ, അപ്പൊ ചേച്ചി എന്തിനാ എത്ര ടെൻഷൻ അടിക്കണമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പൊ നമുക്ക് അത്രയും നല്ല കസ്റ്റമേഴ്സ് തന്നെയാണ് നമ്മൾ ഇവിടെ വരെ എത്തിച്ചേക്കണത്. അത്രയും നല്ല കസ്റ്റമേഴ്സ് ആണ് നമുക്ക് ഉള്ളത്, നമ്മുടെ കൂടെ ഉള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡിസൈൻസ്, ഇനിയിപ്പോൾ പുതിയത്, ഇപ്പോൾ നമ്മുടെ കയ്യിലില്ലാത്ത, ഇപ്പം ഞാൻ ഒരു കസ്റ്റമറാണ്, ഞാൻ പറയാം ചേച്ചി എനിക്ക് ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് വേണം, ഇങ്ങനത്തെ ഈ ടൈപ്പ് ഓഫ് എനിക്ക് ഡ്രസ്സ് വേണം. ഇപ്പൊ യൂണിഫോമിറ്റി ഒക്കെ ഉണ്ട്, പല പരിപാടിക്കും ഇപ്പൊ ട്രെൻഡാണത്. അപ്പൊ ഞങ്ങൾക്ക് ഒരു ഇത്ര പേർക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്, വർഷങ്ങളായിട്ട് നമ്മൾ അത് അങ്ങനെ ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനുള്ള ഈ മെറ്റീരിയൽസ് ഒക്കെ ആരാ മേടിക്കാൻ പോകുന്നത്? എല്ലാം ഞാൻ തന്നെയാണ് വാങ്ങുന്നത്. എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിന് വേണ്ടിട്ട് യാത്ര ചെയ്യുന്നതൊക്കെ, യാത്ര എന്ന് പറഞ്ഞാൽ നമ്മള് വൺസ് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടുമല്ലോ. പിന്നെ ഞാൻ ഈ എറണാകുളം ലോക്കൽ മാർക്കറ്റിൽ തന്നെ അവിടെ നിന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന, അവിടെ അത് എനിക്ക് പറയാം.
പറയണം കേട്ടോ. അങ്ങനെയല്ല, എനിക്ക് അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ആദ്യം തുടങ്ങിയ തുണി ഒരു കടയിൽ നിന്ന് എടുത്തപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ, പിന്നെ സൂറത്ത് നിന്ന് ഞാൻ എടുക്കുന്നുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ ഒന്നും ഇല്ലാത്തപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്തവരുണ്ട്, അവരുടെ അടുത്ത് ഞാൻ എപ്പോഴും എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ബീഡ്സ് ഒക്കെ ഞാൻ ഇവിടെ തന്നെ എറണാകുളത്ത് നിന്ന്, എനിക്കത് നമ്മുടെ ബ്രദറായി ആ ഒരു ചേട്ടൻ. അപ്പൊ അത്രയ്ക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമുക്കൊരു പ്രശ്നം നമ്മുടെ ഷോപ്പിലുണ്ട്, എന്തെങ്കിലും തീർന്നു പറഞ്ഞാൽ ആ ചേട്ടൻ എങ്ങനെയായാലും വാങ്ങി നമ്മളെടുത്ത് അത് എത്തിക്കും. അപ്പൊ അതൊക്കെ ഭയങ്കര ബ്ലെസ്സിങ് ആണ് നമുക്ക് ഇതിന്റെ ഇടയിൽ. അത് പുള്ളി അവരുടെ അടുത്ത് ഇല്ലെങ്കിലും എനിക്ക് അത് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് നമ്മുടെ ഷോപ്പിൽ എത്തിക്കും. അപ്പൊ നമ്മൾ തന്നെ അതിശയപ്പെട്ടു, അങ്ങനെ നമുക്ക് ഇത്രയ്ക്കൊക്കെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുമ്പോഴേ. അപ്പൊ നമ്മൾ ഇതിന് നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ കുറെ പേരുണ്ടാവും എന്തായാലും. ഇപ്പൊ എന്തായാലും ഇപ്പൊ നമ്മള് ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങിയതൊക്കെ നമുക്കൊരു നിലനിൽപ്പാണ് എല്ലാത്തിനും. ഇപ്പൊ ഒരു കല്യാണം കഴിഞ്ഞു ഒരു കുടുംബജീവിതമായിട്ട് പോകുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഹസ്ബൻഡിന് ഒരു സപ്പോർട്ട് കൊടുക്കണം, എല്ലാത്തിനും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിക്കേണ്ട, നമുക്ക് കൂടെ ഒരുമിച്ച് മുമ്പോട്ട് പോകണം. അപ്പൊ ഞാൻ ഒന്നിലും ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ഇതിലും തുടങ്ങാന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റും. ഈ പറയുന്ന പോലെ ഈ ഒരു മൊമെന്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നേരിട്ട അല്ലെങ്കിൽ എന്താ പറയാ, പോട്ടെ എല്ലാം മാറ്റി വെക്ക്, ഒരു സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പം ഇങ്ങനൊരു സാഹചര്യം കൊണ്ട് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി. ഇത് രണ്ടിൻ്റെ വ്യത്യാസം എന്താ? ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നതും ഒരു സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് കഴിഞ്ഞപ്പോഴുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ്. ചിലർ പറയുന്നത് കേൾക്കാം, ഒരു എംപ്ലോയി ആയാൽ മതിയായിരുന്നു, അതാകുമ്പോൾ ഒരു ടെൻഷനും വേണ്ട, നമ്മൾ മാസം സാലറി മേടിക്കുക, ജോലി ഇങ്ങോട്ട് പോരുക. ചിലർ പറയും എന്തിനാ ടൈം വെച്ചിട്ടൊക്കെ ജോലി ചെയ്യുന്നത്, സ്വന്തമായിട്ട് സ്ഥാപനം മര്യാദക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്ന് പറയും. ഇതിലെന്താ പറയാനുള്ളത്? അതിലിപ്പം എന്താന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് ആയിരിക്കും. നമ്മളൊന്ന് ഇച്ചിരി റിസ്ക് എടുത്തിട്ട് നമ്മളങ്ങോട്ട് ഒരു ഇതിലങ്ങോട്ട് വരുമ്പോൾ ആ ഒരു അത് എൻജോയ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് എങ്ങനെയാ ജോലി എടുക്കാൻ പറ്റുകയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ റിസ്ക് എടുത്ത് നമ്മളൊന്ന് നേടുമ്പോഴും ഇങ്ങനെ രാവിലെ എന്നും പോയി മനസ്സിലായി. മടിയുണ്ടോ ജീവിതത്തിൽ? എനിക്ക് മടിയൊന്നും അല്ല, എന്റെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. രാവിലെ നമ്മൾ സ്ഥിരം പോണു, അതെന്നെ ചെയ്യണു, ഇങ്ങോട്ട് വരുന്നു. ഇപ്പൊ എന്റെ ഒരു കേസിൽ ഞാൻ പറയാട്ടോ, അങ്ങനെ അത് കുഴപ്പമൊന്നുമില്ല. അവർക്ക് എന്ന് പറയുന്ന നേരത്ത് ബാക്കി ടൈം ഉണ്ട്. ഇപ്പൊ എനിക്കെന്നൊക്കെ പറഞ്ഞാൽ 24 hours ഞാൻ ഇതിന്റെ പിറകെ ഇരിക്കണം. അങ്ങനെയൊക്കെ ഇടയ്ക്ക് നോക്കാൻ നിർത്തി ഞാൻ വിചാരിക്കും, ഓ അത് മതിയായിരുന്നു, പക്ഷെ പിന്നെ വേണ്ട ഫാമിലിയും ബിസിനസ്സും എങ്ങനെ മിങ്കിൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്? അത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അത് ഇവരുടെ സപ്പോർട്ടാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പൊ മോന്റെ ആണെങ്കിലും ഹസ്ബൻഡിനെ ആണെങ്കിലും. പിന്നെ ഞാനെല്ലാം അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നിർത്തിയിട്ട് അങ്ങനെ ചെയ്യാം. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണ്ടേ അല്ലേ? ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് പോയിട്ട് മറ്റേത് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പൊ ബിസിനസ് വളർത്തി ഫാമിലി പോയിട്ട് കാര്യമില്ല. അതുപോലെ ഫാമിലിയിൽ നിന്നിട്ട് നമുക്ക് വേറെ ഒരു ഇതില്ലാണ്ടിരുന്നിട്ടും കാര്യമില്ല. അപ്പൊ എല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് ഫ്രണ്ട്സിനാണെങ്കിലും നമ്മൾ പറയുന്ന പോലെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടാവും, എല്ലാം ചെയ്യാനൊക്കെ പറ്റും. കാരണം ഞാൻ നല്ല മടിച്ചായിരുന്നു. ഞാൻ ഒരു ദിവസം എനിക്ക് ഉച്ചയ്ക്ക് ഉറങ്ങാണ്ട് പറ്റില്ലായിരുന്നു. ഉച്ചയ്ക്ക് ഉറക്കമില്ലാണ്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, രാവിലെ ലേറ്റ് ആയിട്ട് എണീക്കുക, അങ്ങനെ ഭയങ്കര നല്ല മടിച്ചായിരുന്നു. അപ്പൊ എന്റെ മടിച്ചിയുടെ ഒക്കെ അങ്ങേ അറ്റത്തുള്ള ആളായിരുന്നു ഞാൻ. പക്ഷെ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ അപ്പൊ എനിക്ക് അതും കുടുംബവും ഇപ്പൊ എന്റെ മോന്റെ കാര്യത്തിലാണെങ്കിലും മോന്റെ എല്ലാ വിഷയത്തിനും ഞാനുണ്ട്. മോനെ ഇപ്പൊ പഠിപ്പിക്കാനാണെങ്കിലും അല്ലെങ്കിൽ അവന്റെ സ്കൂളിലെ എല്ലാ കാര്യത്തിനും ഞാനുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ ഇതൊക്കെ ചെയ്യാമെങ്കിൽ എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാം. അതിലൊരു 10,000 രൂപയിൽ നമ്മൾ തുടങ്ങിയത് നമ്മുടെ സ്ഥാപനം. ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് എത്ര സ്റ്റാഫ് ഉണ്ട്? നമുക്കിപ്പോ സ്റ്റാഫ് 12 പേരുണ്ട്. 12 പേരുണ്ട്. നമുക്ക് എത്ര സ്ഥലങ്ങളിലേക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്? വേൾഡ് വൈഡ് നമ്മൾ വേൾഡ് വൈഡ് എത്തുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, സ്റ്റാർട്ടിങ് ഇത് തുടങ്ങാൻ നേരത്ത് പലരും നമ്മളോട് പറഞ്ഞതാ വേണ്ട, ഇതിനാണോ പഠിക്കുന്നത്. നമ്മുടെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഫഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മരണം വരെ ആ പ്രൊഫഷനുമായിട്ട് മുമ്പോട്ട് പോകണം എന്നുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാരാണ് അത് ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിപ്പോരുള്ളൂ. അങ്ങനെ വന്നവരിൽ ഭൂരിഭാഗം ഒരു രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം ഇഷ്ടത്തിനനുസരിച്ചാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ എന്റെ മുമ്പിലിരിക്കുന്ന ഒരു ഉദാഹരണമാണ്. ഞാൻ സത്യം പറഞ്ഞ ഇഷ്ടത്തിന്റെ അനുസരിച്ചല്ല പോയത് കേട്ടോ. അതിലൊക്കെ എല്ലാത്തിലും തിരിഞ്ഞിട്ടാ പോയി. എനിക്ക് സത്യം പറഞ്ഞ എന്റെ ഡ്രസ്സിന്റെ കാര്യത്തിലും കൂടി ഞാൻ ഡ്രസ്സിന്റെ കാര്യത്തിൽ ഒട്ടും കോൺഷ്യസ് അല്ലാത്ത ഒരാളായിരുന്നു. പക്ഷെ എനിക്ക് ബിസിനസ് ചെയ്യാനായിരുന്നു ഇഷ്ടം. എനിക്ക് എനിക്ക് എന്തെങ്കിലും ഒരു അങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്താണ് ബിസിനസ്സിലേക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടാൻ കാരണം? അതെന്തെങ്കിലുമൊക്കെ ഒന്ന് ആൾക്കാർക്ക് ഇപ്പൊ നമ്മളിപ്പോ ഒരു കടയിൽ പോയിട്ടുണ്ടെങ്കിൽ മിക്കവരും പറയും, ഓ അവര് മൊത്തയ്ക്ക് നോക്കിയിട്ടില്ല, അവർക്ക് ചാടി. എന്റെ അടുത്ത് ഞാൻ തന്നെ കുറെ സ്ഥലത്ത് വാങ്ങാൻ പോകാൻ നേരത്ത് ഇപ്പം നമ്മളിങ്ങനെ കാണുമല്ലോ അവിടുത്തെ സ്റ്റാഫുകൾ നമുക്ക് കാണിച്ചു തരാം. നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാഫുകളും എനിക്ക് തോന്നുന്നില്ല, നമ്മുടെ സ്റ്റാഫുകളും നമ്മളെ പോലെ തന്നെയാണ്. അവർ നമ്മുടെ ഒരു ഫാമിലി ഷോപ്പിലേക്ക് വരുമ്പം ഉള്ള ഇതുപോലെ തന്നെ അവർ ചെയ്യുള്ളൂ. അപ്പം അപ്പം നമ്മളൊന്ന് വ്യത്യാസമായിട്ടൊരു സർവീസ് കൊടുക്കാന്നുള്ളത് എനിക്കത് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സ്ഥാപനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി എന്തൊക്കെയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എന്തൊക്കെയാണ് നമ്മളുടെ അടുത്തുനിന്നോ?
അവരിപ്പോൾ ഇനി ചിലപ്പം പുതിയ പുതിയ ഡിസൈൻസ് ആയിരിക്കും പ്രതീക്ഷിക്കേണ്ടത്. അവൻ്റെ ചോദിക്കാറുണ്ട് ചേച്ചി പുതിയത് ചെയ്യണില്ലേ എന്ന്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പം ഒരുപാട് എല്ലാം കൂടെ അങ്ങനെ ഒരുപാട് മിക്സ് ആക്കിയിട്ട് നമുക്ക് കുറേ കംപ്ലയിൻറ്റ്സ് വരലും പിന്നെ അതേപോലെ തന്നെ നമുക്കെല്ലാം അങ്ങനെ താല്പര്യമില്ല. അപ്പോൾ കുറച്ച് ഞാൻ ഓരോരുത്തരെ കൂട്ടി അങ്ങനെ ചെയ്യാണ് വരുന്നത്. ഇപ്പം നമ്മളിപ്പോൾ എല്ലാ അത്യാവശ്യം എല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എല്ലാത്തരം സർവീസും ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് അവിടെ വന്ന് ധൈര്യമായിട്ട് എപ്പോൾ വേണമെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ആ ഒരു ഉറപ്പ് നമ്മുടെ സ്ഥാപനം കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ആഫ്റ്റർ സർവീസിൽ ഇപ്പം ഞാൻ ഇൻ കേസ് ഇപ്പം നമ്മൾ കൊണ്ടുപോയി ഒരു 2 ദിവസം മുമ്പ് നമ്മൾ വിളിച്ചിട്ട് പറയാണ് ചേച്ചി നമ്മൾ കൊണ്ടുപോയത് ഇത്തിരി മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യാറുണ്ട്. അതിപ്പം നമ്മളുടെ ഇപ്പോൾ കൊണ്ടുപോയിട്ട് ചിലവരൊക്കെ സൈസ് ഇഷ്യൂ ഉണ്ടാവും കുറേ ഇത് കഴിഞ്ഞിട്ട് പിന്നെയും ഇനി എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ചെയ്യാറുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഒരു സാധനം അവർക്ക് സന്തോഷമായിട്ട് ഇടാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളിത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും. അപ്പം ഇപ്പം എന്താ പറയുക, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും ഒക്കെ നമ്മളെ കൊണ്ട് ചില ജെന്യൂൻ ആണെങ്കിൽ കേട്ടോ. ചിലവരുണ്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും ഈ കളർ വേണ്ടായിരുന്നു വേറെ വേണമെന്ന്. അപ്പം നമ്മൾ ഇതിലിടേണ്ട എഫേർട്ട് കുറച്ചൊന്നുമല്ല. അവർ പറഞ്ഞൊരു കളറിൽ നമ്മൾ സെലക്ട് ചെയ്യുക, അതിൻ്റെ ഒക്കെ ഫുള്ള് സെലക്ട് ചെയ്ത് നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് കിട്ടിയാൽ ചേച്ചി എനിക്ക് ഈ കളർ വേണ്ടായിരുന്നു മറ്റേത് മതി. അപ്പം അവിടെയൊക്കെ ഞാൻ പെട്ടു. അവിടെയൊക്കെ ചിലപ്പോൾ എൻ്റെ സ്വഭാവം പച്ചിരുന്ന് മാറും, ആ ചേച്ചിയൊക്കെ ഒന്ന് ഇച്ചിരി മാറും. അങ്ങനെയല്ല, അപ്പം നമ്മൾ ഇത്രയ്ക്കും ഇതിൽ നമ്മൾ ചെയ്ത് കൊടുക്കണല്ലേ. അപ്പൊ ഒരു കളർ അവർ പറഞ്ഞതിൽ നമ്മൾ ചെയ്തതല്ലേ. അപ്പൊ നമ്മളൊരു കളർ അവർ പറഞ്ഞ് അവരുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുത്തൊരു സാധനം കൈ കിട്ടുമ്പോഴേ എന്നാ ചേച്ചി കളർ മാറ്റാന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യാം? നമ്മളത് ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മാറി. ശരി, ഓക്കെ. പിന്നെ നമ്മൾ തന്നെ പുതിയ മോഡലുകൾ ഇപ്പൊ വിപണിയിൽ എത്തിക്കണം, അല്ലെങ്കിൽ എന്റേതായിട്ടുള്ള ഒരു പുതിയ ഡിസൈൻ എത്തിക്കണം, അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. പറ്റാത്തോണ്ടാണ്. എന്താണ് പറ്റാത്തത്? കസ്റ്റമേഴ്സിന്റെ ഓർഡേഴ്സിന്റെ അവര് പറയുന്ന ഓർഡേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതിനൊരു സമയമില്ലാത്തോണ്ടാണ്. അങ്ങനെ നമ്മുടെ ആയിട്ടുള്ള ഒരു ട്രെൻഡ് കൊണ്ടുവരണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ നമ്മുടെ ആ ഇറക്കിയ ട്രെൻഡ് ഒന്ന് കഴിയട്ടെ. 5 വർഷമായി. അതിശയമല്ല, 5 വർഷം സെയിം ഡിസൈൻ ആൾക്കാർ മേടിച്ചു. ഈ ആറന്മുള കണ്ണാടി എന്നൊക്കെ പറയണ പോലെ നമ്മുടെ ഡ്രസ് ഒരു ട്രെൻഡായി മാറി ഇവിടെ കിട്ടുള്ളൂ കേരളത്തിൽ. ഫോറിനേഴ്സ് ഒക്കെ ഇവിടെ ക്യൂ നിൽക്കട്ടെ. അല്ല പിന്നെ എന്തായാലും ഇപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ? ഞാൻ നേരത്തെ ചോദിച്ചത് ഞാൻ ഒന്നുകൂടി ചോദിക്കുകയാണ്. ഒരു സ്ഥലത്ത് ജോലി ചെയ്തതും ഇപ്പൊ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുമ്പോഴും തമ്മിലുള്ളൊരു വ്യത്യാസം എന്തായിട്ട് ഇപ്പൊ തോന്നുന്നത്? അപ്പം നമ്മൾ ഇങ്ങനെ ജോലി ചെയ്ത് സാലറി വാങ്ങി കൊണ്ടുവരുന്നതിനേക്കാളും നമ്മൾ ഇത്രയും പേർക്ക് നമുക്ക് ഒരു മാസം സാലറി കൊടുത്തിട്ട് അവരുടെ ഫാമിലി അവരെയൊക്കെ ഹാപ്പി ആക്കാൻ പറ്റുന്നുണ്ടല്ലോ. അടിപൊളി. അത് നല്ല കാര്യം. കുറെ പേർക്ക് നമ്മൾ വഴി ഒരുപാട് പേർക്ക് സാലറി കൊടുക്കുന്നു. എന്നും എല്ലാവരുടെയും ഒരു ചേച്ചിയായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ഇലക്ഷന് നിന്നോ ജയിക്കും മിക്കവാറും വെച്ചിട്ടുണ്ട്. നോക്കാം, വരട്ടെ. നമ്മുടെ കേരളത്തിന്റെ ഈ എന്താ പറയാ ഡ്രസ്സുകൾ, ട്രഡീഷണൽ കോസ്റ്റ്യൂമുകൾ, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള കേരള സാരി, ഇതിന്റെ പുറത്തുള്ള ആൾക്കാർക്കുള്ള അഭിപ്രായം എന്താണെന്നറിയാമോ? നമ്മുടെ ഇവിടുത്തെ കേരളത്തിന്റെ ഒരു ഡ്രസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള സാരി എല്ലാവരും മനസ്സിൽ വരും. അതിനെ കുറിച്ച് പുറത്തുള്ള ഇപ്പൊ നമ്മൾ വിദേശത്തേക്കൊക്കെ നമ്മുടെ ഡ്രസ്സൊക്കെ അയച്ചു കൊടുക്കുന്നതല്ലേ, അപ്പൊ അവിടെ നിന്ന് എൻക്വയറി വരാറുണ്ടോ? കേരള സാരികൾ കുറവാണ് കേട്ടോ. അത് ഈ പറഞ്ഞ പോലെ 2020 മുതലേ നടക്കണ ആ സംഭവം, അതിൽ സാരി ഇൻക്ലൂഡഡ് അല്ല. അപ്പൊ ഇത് കാണും, നമ്മളെടുത്ത് വേറൊരു കസ്റ്റമർ വരുമ്പോൾ കാണുന്നത് നമ്മുടെ അക്കൗണ്ടിൽ ഇതൊക്കെ തന്നെയാണല്ലോ. അപ്പൊ അവര് പിന്നെ അതിന്റെ റിപ്പീറ്റ് ആണ് പോണത്. അപ്പൊ നമ്മൾ സാരി ചെയ്യേണ്ടെന്നോ കുറെ പേർക്ക് അറിയോലും ഇല്ല. അപ്പൊ പിന്നെ അതുമല്ല സാരി നമ്മൾ ചെയ്യാൻ നേരത്തെ ചെയ്തിട്ട് അതിന്റെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഈ 1 man ഷോ ആയത് കാരണം ഇതിന്റെയൊക്കെ വീഡിയോ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതെ, കാരണം നമ്മൾ സമയത്ത് എത്തിക്കണം എന്നുള്ളത് എനിക്കൊരു നിർബന്ധമുള്ള കാര്യമാണ്. ഈ വീഡിയോ എടുത്തിട്ടൊക്കെ ഇരുന്നിട്ട് ചിലപ്പോൾ സമയമൊക്കെ പോകും. കാരണം ഒരു ദിവസം നമ്മൾ അയക്കണതിന്റെ ഒക്കെ വീഡിയോ എടുക്കാൻ നിന്നാലേ. അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ടൊക്കെ അപ്പം നമ്മൾ സമയത്ത് അവിടെ എങ്ങനെയെങ്കിലും എത്തിക്കാൻ നോക്കും. അപ്പൊ എനിക്ക് ഈ വീഡിയോസ് സാരീന്റെ എനിക്ക് അധികം എടുക്കാൻ പറ്റില്ല, പക്ഷെ നമ്മൾ സാരിയും ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും എല്ലാം അടിപൊളി ആവട്ടെ. എന്തായാലും നല്ല രസമുള്ളൊരു സ്റ്റോറിയാണ്. വളരെ ഇത് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവും. കാരണം എല്ലാവരും വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ജീവിക്കാനുള്ളത് നമ്മുടെ ചുറ്റും കിടക്കുന്നുണ്ട്. അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്തായാലും നമ്മുടെ സർവീസുകളെല്ലാം അടിപൊളിയാണ്. എല്ലാ കമൻറ്റുകളൊക്കെ നോക്കുമ്പോൾ അറിയാം വളരെ നല്ല രീതിയിൽ 99% പോസിറ്റീവ് കമൻറ്റുകളാണ്. പിന്നെ ഈ 1% അത് എല്ലാത്തിനുള്ളതാണ്. അത് പിന്നെ അത് നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അതെ, പറ്റും. കാരണം പ്രത്യേകിച്ച് ടീ കളിക്കണോണ്ടേ. അതെ. അപ്പൊ എന്തായാലും ഈ 1 man ഷോ ഇതേപോലെ തന്നെ വളരെ നല്ല രീതിയിൽ ഞാനിത് പറയാൻ കാരണം ഈ 1 man ഷോ എന്തായാലും ആസ്വദിക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലെ. എന്തായാലും ആൾക്കാരുടെ മുമ്പിൽ വിജയിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇതുപോലെ തന്നെ മുമ്പോട്ട് പോട്ടെ. നമ്മുടെ സ്ഥാപനത്തിനും എല്ലാവർക്കും, ഈ എല്ലാവരുടെയും ചേച്ചിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അടിപൊളിയായിരിക്കട്ടെ. താങ്ക് യു.